നമസ്കാരം. കേരള PSC മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഭക്ര നങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓർത്തിരിക്കുക, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 1993 ജൂലൈ 4 കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 1993 ജൂലൈ 4. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളം. കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേര് തിരുവിതാംകൂർ സർവകലാശാല. കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേരാണ് തിരുവിതാംകൂർ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ച വർഷം 1937. ഓർക്കുക, തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിച്ച വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം 1957. ഓർക്കുക, തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം 1957. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കനിയ. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ. എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26. ലോക്സഭയുടെ അധ്യക്ഷൻ ആര്? സ്പീക്കർ. PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. ഭാരതത്തിന്റെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആകാശവാണിക്ക് ആ പേര് നൽകിയത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഓർക്കുക, ആകാശവാണിക്ക് ആ പേര് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ആകാശവാണിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ലോക ടെലിവിഷൻ ദിനം എന്നാണ് ആചരിക്കുന്നത്? നവംബർ 21. ലോക ടെലിവിഷൻ ദിനം ആചരിക്കുന്നത് നവംബർ 21. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ സൈന്യാധിപൻ KM കരിയപ്പ. ഓർക്കുക, ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ സൈന്യാധിപൻ KM കരിയപ്പ. ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം ഒറ്റപ്പാലം. ഓർത്തിരിക്കേണ്ടതാണ്, ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം ഒറ്റപ്പാലം. കാർഗിൽ വിജയദിനം ആചരിക്കുന്ന ദിവസം ജൂലൈ 26. ഓർത്തിരിക്കേണ്ടതാണ്, കാർഗിൽ വിജയദിനം ആചരിക്കുന്ന ദിവസം ജൂലൈ 26. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റയാണ്.
ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. ഓർത്തിരിക്കുക, മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. പ്രബുദ്ധ ഭാരത പത്രം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രസിദ്ധീകരണമാണ് പ്രബുദ്ധ ഭാരതം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്വാമി വിവേകാനന്ദനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.